ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഈ റെസിപ്പി ആക്ച്വലി ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതാണ്, പക്ഷേ എൻ്റേതായ രീതിയിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പം ക്രിസ്പി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇഷ്ടം. ആദ്യമേ ഒക്കെ സോഫ്റ്റ് ഐറ്റംസ് എല്ലാം കഴിക്കുമായിരുന്നു, ഇപ്പോൾ അത് മടുത്തെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാം ഇങ്ങനെ കടിച്ച് കഴിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ടൈം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബട്ടറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി സോൾട്ടഡ് ബട്ടർ അവൈലബിൾ ആയിരുന്നു, സോ അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. അത് ജസ്റ്റ് മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം ഗീ വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അൺസാൾട്ടഡ് ബട്ടർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അതാണുള്ളതെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ജാഗരി പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ജാഗരി പൗഡർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ശർക്കര ചീകിയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ശർക്കര നല്ല ക്വാളിറ്റി ഉള്ളതും മണ്ണും പൊടിയും ഒന്നും ഇല്ലാത്തതുമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഡയറക്റ്റ് ഇതേപോലെ ചേർക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പൊന്നുമില്ല, അപ്പം ഞാനൊരു ഫുൾ ബട്ടറാണ് എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഒരു കപ്പിൽ ജാഗരി അളന്നിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ മൈക്രോവേവിൽ 30 സെക്കൻഡ്സ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റാഗിപ്പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. 1.5 കപ്പ് റാഗിപ്പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയും. അപ്പോൾ ടോട്ടൽ 3 കപ്പ് പൊടിയും 1 കപ്പ് ശർക്കരയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓട്സിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡറാണ്. ഓൾറെഡി നമ്മൾ പൗഡർ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സ്കൂപ്പ് പൗഡർ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. ഗോതമ്പ് പൊടിക്ക് പകരം 3 കപ്പ് റാഗി മാത്രം വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടുന്നത്. ഇൻ കേസ് ബാറ്റർ ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മോൾഡ് ചെയ്യാം. ഞാനിപ്പം ഒരു സർക്കിൾ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇഡലി പാത്രത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇഡലി പാത്രത്തിൽ കല്ലുപ്പിട്ടിട്ട് 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് നെയ്യോ ബട്ടറോ എണ്ണയോ ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ബിസ്ക്കറ്റും പറക്കി വെക്കാം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്കൊരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ കുറച്ച് നേരം തണുക്കാൻ വയ്ക്കുമ്പോൾ നല്ലതുപോലെ ഹാർഡായിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി. കുറച്ചൊക്കെ എൻ്റെ പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും മക്കൾക്കൊക്കെ കുറേ ഇഷ്ടമായി. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ റെസിപ്പികൾ ഇതേപോലെ ഇടാം. അപ്പോൾ എല്ലാവരും ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.